പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും മികച്ചത് സമ്മാനിക്കാൻ അൽ മുഖ്തദർ ഗോൾഡൻ ഡയമണ്ട് ഗ്രൂപ്പ്. അസോസിയേറ്റ് സ്പോൺസർ പുളിമുട്ടിൽ സിൽക്സ്, ചിന്നക്കട, കൊല്ലം. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം തുടരുന്നു. 212 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാരായ കോഴിക്കോടാണ് ഒന്നാം സ്ഥാനത്ത്. തൃശൂർ 2ാം സ്ഥാനത്തും കണ്ണൂർ 3ാം സ്ഥാനത്തും പോരാട്ടം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് കലോത്സവ നഗരിയിൽ നിന്നും ഭദ്രയും സൂര്യഗായത്രിയും ചേരുന്നുണ്ട്. ഭദ്ര, ഇന്ന് 2ാം ദിവസമാണ്. ജനപ്രിയ ഇനങ്ങളായിട്ടുള്ള ഒപ്പന, നാടകമടക്കമുള്ള മത്സര ഇനങ്ങൾ ഇന്ന് പ്രധാന വേദികളിലൊക്കെ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പവനിലേക്ക് പുതിയ അതിഥികളൊക്കെ എത്തിയോ? കൂടുതൽ വിവരങ്ങൾ. ആതിര, നമ്മൾ പതിവ് പോലെ തന്നെ ഇന്നലത്തെ പോലെ തന്നെ രാവിലെ നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം അത് ഇന്നലത്തെ പോലെയല്ല. ഇന്നലെ നല്ല ചൂടായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ പൊടിയുന്നുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ എല്ലാ ചാനലുകാരും അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ആ ഒരു ഓളത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 62ാം സ്കൂൾ കലോത്സവത്തിൻ്റെ ആരവത്തിലേക്ക് പതുക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് കൊല്ലം ജില്ല. ഇപ്പോഴിതാ വീണ്ടും നമുക്കറിയാം ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ തന്നെ കേരള വിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നിപ്പോൾ നമുക്കൊരു അതിഥി രാവിലെ വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, കലയെ അത്രമാത്രം സ്നേഹിക്കുന്ന, നാടകത്തെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളി MLA CR മഹേഷ് സാറാണ്. അപ്പോൾ സൂര്യയുണ്ട്. സൂര്യ സാറിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. സാർ, രാവിലെ തന്നെ കലോത്സവ വേദിയൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണോ? ഇന്നിപ്പം പ്രധാനമായും ചെണ്ട മത്സരവും നാടക മത്സരവുമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇഷ്ടവും താല്പര്യവും ഉള്ളതായതുകൊണ്ട് രണ്ട് മത്സരവും കാണണം. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം, അവരുടെ കഴിവ് കണ്ട് ആസ്വദിക്കണം. അതിനുവേണ്ടി വന്നതാണ്. കലോത്സവ വേദികളിൽ ഒരു നിറസാന്നിധ്യമായിരുന്നോ സാർ? കൊല്ലത്ത് വെച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ സംഘാടനത്തിന്റെ ഒരു ചുമതല ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു കലോത്സവം നടക്കുമ്പം കൊല്ലത്തുകാരെല്ലാവരും ഇത് കാണണ്ടേ. അപ്പോൾ ഇതുപോലൊരു അവസരം കിട്ടുകയില്ല ഇത്രയും കഴിവുള്ള കലാകാരന്മാരെ കാണാൻ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഒരു ദിനമാണ് കഴിഞ്ഞിട്ടുള്ളത് കലോത്സവത്തിന്റെ. ആ ഒരു ദിനത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പൊതുവെയുള്ള കലോത്സവത്തിന്റെ കുറിച്ച് അഭിപ്രായം? അല്ല, ഇത്രയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ മേളയല്ലേ. അപ്പോൾ ഇന്നലത്തെ ഒരു വിലയിരുത്തി നോക്കുമ്പോൾ വലിയ പരാതികളില്ലാതെ ഒരുവിധം നല്ല രീതിയിൽ മനോഹരമായി ചടങ്ങുകളെല്ലാം മത്സരങ്ങളും എല്ലാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സാറൊരു കലാകാരനാണെന്നാണ് അറിഞ്ഞത്. എന്തെങ്കിലും ഒരു ഐറ്റം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി? അതെ, അദ്ദേഹം ഒരു ചെണ്ടമേള ആസ്വാദകൻ മാത്രമല്ല, നല്ല രീതിയിൽ താളം പിടിക്കുന്ന ഒരാൾ കൂടിയാണ്. അല്ല, ഞാൻ ചെണ്ട കുട്ടിക്കാലത്ത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നതൊന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മുതിർന്നതിന് ശേഷം പഠിക്കാൻ ശ്രമിച്ചതാണ്. പൂർണ്ണമായിട്ടും പഠിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പിന്നെ മകൻ ചെണ്ട പഠിക്കുന്നുണ്ട്, അമ്മ കൊച്ചിലെ ചെണ്ട പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ചെണ്ട പഠിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ച് വരുന്നുണ്ട്. മുതിർന്ന ആളുകളും ചെണ്ട പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു ഗണപതിക്ക് ഒരു ചെറിയൊരു താളം പഠിക്കാം. ഇന്നത്തെ ഒരു തുടക്കം അത് സാറിന്റെ ഒരു ചെണ്ടകൊട്ടലോട് കൂടി തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ല തുടക്കം തന്നെയാണ്. എന്തായാലും നന്ദിയുണ്ട് സാർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു തുടക്കം. ഇന്ന് നമ്മളിപ്പോ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോ മത്സരങ്ങളൊക്കെ അല്പസമയത്തിന് അകം തന്നെ ആരംഭിക്കും. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മഴയൊക്കെ പൊടിയുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പൊ ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചെറിയ ഒരുക്കങ്ങളിലൊക്കെയാണ്. മണ്ണൊക്കെ മാറ്റുന്നു, അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ആ വെള്ളമൊക്കെ ഒഴുക്കി വിടുന്ന ഒരു അവസ്ഥ, അതൊക്കെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടി നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണെന്ന് തോന്നുന്നു. അതെ, സൂര്യ കേട്ടോണ്ടിരുന്നേ. ഞാൻ അനീഷ് കുമാർ, സ്കൂളില് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ എന്താ കലോത്സവ ഒരുക്കങ്ങൾ? നമ്മുടെ കൊല്ലം ജില്ലയിലായതുകൊണ്ട് കലോത്സവം ഒന്ന് കാണുവാനും വേണ്ടി ഇന്ന് ലീവ് എടുത്ത് വന്നതാണ്. പിന്നെ ഞാൻ VHSC കയറിയത് 97-98 വർഷത്തിലാണ് VHSC ഞാൻ കയറുന്നത്. ഫസ്റ്റിലെ കുട്ടികളെയൊക്കെ ഉണ്ടായിരുന്നു. കോഴിക്കോട് കൊണ്ടുപോയി, കോഴിക്കോട് സ്റ്റേറ്റ് കലോത്സവത്തിന് വരെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി മത്സരിപ്പിച്ച് പ്രൈസ് മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ സ്കൂൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഈ വർഷം
സ്റ്റേറ്റ് കലോത്സവത്തിന് പങ്കെടുക്കാൻ കുട്ടികളില്ലായിരുന്നു എന്ന് വെച്ച് സബ് ജില്ല ജില്ല ഇപ്പോൾ സ്റ്റേറ്റിലും വന്നിട്ടുണ്ട്. അങ്ങനെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നും വരും. ഇന്ന് ലീവ് എടുത്ത് കലോത്സവം കാണാനായിട്ട് ഇന്ന് ലീവ് എടുത്ത് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് വെച്ച് ലീവ് എടുത്ത് തന്നെ അവിടെ വന്ന് പങ്കെടുത്തത് കാണാനായിട്ട് വേണ്ടി വന്നതാണ്. എല്ലാ വേദികളിലേക്കും പോകുന്നുണ്ട്. എല്ലാ വേദികളിലും എനിക്ക് ഇവിടെ പരിചയം ഉള്ള വേദികളിലെല്ലാം എല്ലായിടവും കറങ്ങണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഓക്കെ, താങ്ക് യു. ശരി ശരി. ഭദ്രജി ലീവ് എടുത്ത് പുള്ളി വന്നതാണ് പരിപാടി കാണാൻ. എല്ലാ വേദികളിലും ഇന്നത്തെ മത്സരങ്ങൾ കാണാനായിട്ട് ഒരു ദിവസത്തെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി പേരാണ് കൊല്ലത്തെ 62ാമത് ദിവസം നമ്മൾ അതുപോലെ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം പക്ഷെ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ശരി. അതെ, അപ്പൊ നമ്മൾ ആശ്രമ മൈതാനത്തിൽ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഉത്സവ കാഴ്ച കണ്ട് അങ്ങനെയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇപ്പൊ നേരത്തെ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ള അദ്ദേഹവും പറഞ്ഞത് അത് തന്നെയാണ്. കാരണം ഇത്രയും വലിയൊരു കലോത്സവം നമുക്കറിയാം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എന്താ പറയാ കൗമാര കലോത്സവം എന്നാണ് പറയുന്നത്. അപ്പൊ അതിങ്ങനെ കൊല്ലത്ത് ഇങ്ങനെ അരങ്ങ് വാഴുമ്പോ എങ്ങനെയാണ് വീട്ടിൽ വെറുതെ ഇരിക്കുക? പ്രത്യേകിച്ച് കൊല്ലംകാർ എങ്ങനെയാണ് അത് കാണാൻ വരാതിരിക്കുക? അതെ, കൊല്ലംകാർ മാത്രമല്ല, ഞാൻ തൃശ്ശൂരാണ്, സൂര്യഗായത്രി തിരുവനന്തപുരമാണ്. അങ്ങനെ ഓരോ ജില്ലക്കാരും ഇവിടെ ഒത്ത് സംഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നിപ്പോ ആ ഒരു ഓളത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. സൂര്യ, മഴയുണ്ട് ചേച്ചി, കലോത്സവത്തിന് നമ്മുടെ ഈ മഴ ബാധിക്കുമോ? ബാധിക്കില്ലായിരിക്കും. കാരണം ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ആകാശമൊക്കെ നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണ്. അപ്പൊ എന്തായാലും കുട്ടികളുടെ മത്സരമാണല്ലോ പ്രധാനം. മഴ അടക്കം പ്രകൃതിയടക്കം മാറി നിൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്നു കൊല്ലത്ത് ഭയങ്കര ചൂടാണ്. ഈ ഒരു രാവിലത്തെ കാലാവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രീതിയിലുള്ള ചൂടാണ്. എനിക്കൊന്ന് ഇപ്പോഴത്തെ ഈ നിൽക്കുന്ന കാലാവസ്ഥ അല്ലെങ്കിൽ ചെറിയൊരു മഴ കൊല്ലത്തെ ആ ഒരു ചൂടിനെ മാറ്റിത്തരും. കലോത്സവത്തിനെത്തുന്ന കുട്ടികൾക്ക് ചെറിയൊരു ആശ്വാസമേകുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. എന്തായാലും ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഇവിടെ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. സൂര്യ, നമ്മള് ഈ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ നമുക്കിങ്ങനെ സർ കൊല്ലാണല്ലേ? അതെ, കൊല്ലത്തുള്ള കലാകാരന്മാരിങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ സൂര്യ? നമുക്കൊരു അധ്യാപകനെ കൂടി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലേ? അതെ. അപ്പൊ സാറിന്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സന്തോഷ് അഞ്ചല്. അധ്യാപകനായിട്ട് ഇപ്പൊ 23 വർഷമായി. കലാരംഗത്ത് 30 വർഷമായി. സാർ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യാറുണ്ടോ? സ്റ്റേജിൽ ഫുള്ളും ചാനലിലാണ് ഷോകൾ ചെയ്യാറുള്ളത്. സ്റ്റേജിലും ചെയ്തിട്ടുണ്ട്. 1000-ഓളം വേദികൾ കുട്ടികളോടൊപ്പം വിവിധ ഇന്ററാക്ഷൻ, ആന്റി ടുബാക്കോ, ബാലവേല വിരുദ്ധ മിമിക്രി, അങ്ങനെയുള്ള പല ചാനലിൽ ചെയ്തു. നമുക്ക് എന്തായാലും ആ ബാലവേല വിരുദ്ധ മിമിക്രി ചെയ്ത് നോക്കാം, നമ്മുടെ കേരളാവശ്യം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വരുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഇപ്പോൾ സംസ്ഥാന കലോത്സവം നടക്കല്ലേ, അപ്പോൾ ഈ വേദിയിലേക്ക് നമ്മുടെ ജയിലറിലൂടെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ശ്രീ വിനായകൻ ഇവിടെ എത്തിയാലെങ്ങനെ കേരളാവശ്യം ഒരുപാട് സന്തോഷമുണ്ടോ? കാരണം എനിക്ക് അവാർഡ് കിട്ടുന്ന സമയത്ത് അവിടെ സൂപ്പർ സ്റ്റാറുകളില്ല, മെഗാ സ്റ്റാറുകളില്ല, ആരുമില്ല. ഇത് ആശ്രമത്തിൻ്റെ മധ്യത്തിൽ വളരെ കമനീയമായൊരു വേദിയിലേക്ക് കേരളാവിഷന് വേണ്ടി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടുത്തെ സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. മനസ്സിലായോ സാറേ? സാറേ മനസ്സിലായോ? അതാണ്. വേറെ എന്താണ് സാർ ചെയ്യാൻ? നമ്മുടെ ഇപ്പോൾ ഒരുപാട് വേദികൾ ചെയ്തതാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ അതേ ഒരു എന്ത് സ്ഥാനം കിട്ടിയിട്ടും ജനങ്ങള് വെറുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പ്രയോജനമുണ്ട്. ഒരു സ്ഥാനമില്ലെങ്കിലും പ്രവർത്തകരുടെ സ്നേഹവും ജനങ്ങളുടെ കരുതലും ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കുറവുണ്ട്. അതാണ് എൻ്റെ തിയറി. സൂര്യക്ക് എന്താ ചോദിക്കാനുണ്ടല്ലോ? ഇന്നലെ മുതൽ നമ്മൾ ഓരോ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്ന കുട്ടികളെ പരിചയപ്പെട്ടു വരുമായിരുന്നു. അപ്പൊ മിമിക്രി ചെയ്യുന്ന കുട്ടികളെ ആരെയും നമുക്ക് ഇതുവരെ കിട്ടിയില്ല ഇന്നലെ. അപ്പൊ മിമിക്രി ചെയ്യുന്ന ഒരു സാറിനെ ഇന്നിപ്പോ രാവിലെ നമ്മുടെ മോർണിംഗ് ഷോയിൽ കൊണ്ടുവരാൻ സാധിച്ചു. രാവിലെ താങ്കളുടെ മിമിക്രി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയിപ്പോ എന്താ ഇന്നത്തെ പരിപാടി? എന്താ ഒരുപാട് ചാനലുകളിലെ പല പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തു. ഇനിയിപ്പോ തിങ്കളാഴ്ച സ്കൂളിലേക്ക് എത്തണം. 2 ദിവസത്തെ മിമിക്രിയും കാണാൻ നാളെ വന്ന്. അപ്പോൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ധാരാളം നമ്മൾ വാർത്ത നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് ന്യൂസ് പേപ്പർ വായിക്കുക, അറിവ് ശേഖരിക്കുക. അതൊക്കെയാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. നമുക്ക്
അപ്പോൾ കേരള വിഷനോട് ഇത്രയും നേരം പങ്കെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും സന്തോഷം സാർ. ഞങ്ങളും അതുപോലെ തന്നെയാണ്. ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് കലോത്സവ വേദികളിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ മാത്രമല്ല അധ്യാപകരും കലാകാരന്മാരാണെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. പ്രത്യേകിച്ചും കൊല്ലത്ത് നിന്നുള്ള ആൾക്കാരൊക്കെ തന്നെ. ഇന്നലെ നമുക്ക് രാത്രിയിലൊക്കെ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു, പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും സാറിന്റെ ഒരു പ്രസൻസും കേരള വിഷൻ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മധുരല്ല ഇരട്ടി മധുരം തന്നെയാണ്. അപ്പൊ എല്ലാ മത്സരം കാണാനൊക്കെ സാറുണ്ട്. അപ്പൊ നമ്മുടെ രാവിലെ തന്നെ നമ്മളിങ്ങനെ ആ ഒരു ഓളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഉഷാറായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ ഞാനും സൂര്യ മാത്രമല്ല, നമുക്ക് എബി ഉണ്ട്, അതുപോലെ തന്നെ ഫിജി ഉണ്ട്. എല്ലാവരും നമ്മുടെ ടെക്നിക്കൽ സൈഡൊക്കെ തന്നെ കലോത്സവ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ സുസജ്ജരായിട്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. മഴയൊന്നും ഒരു പ്രശ്നമല്ല അല്ല സൂര്യ? കലോത്സവത്തിന് മഴയൊന്നും ഒരു പ്രശ്നമല്ല എന്ന് കാണിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ ഗസ്റ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, അധ്യാപകർ വരുന്നുണ്ട്, MLA വരുന്നുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വന്ന് അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവിടെ അങ്ങനെ വലുത് ചെറുത് ഒരു വ്യത്യാസവുമില്ല. ഇവിടെ ഏറ്റവും പ്രധാനം കലയാണ്, അവരുടെ കഴിവാണ്. അതുകൊണ്ട് കലാപ്രകടനങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. അത് ആര് വന്ന് അവതരിപ്പിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. എന്തായാലും മത്സരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്നാം വേദി, നമ്മളിപ്പോൾ നിൽക്കുന്ന ആശ്രമത്തെ പ്രധാനപ്പെട്ട വേദിയില് മോഹിനിയാട്ടമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് നമ്മളിങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുവരികയാണ് നമ്മുടെ ഈ പ്രധാന മൈതാനിയില്. അപ്പോ ഈ നമ്മുടെ വളരെ വർണ്ണാഭമായിട്ടാണ് ഓരോ ചാനലുകളുടെയും പവലിയൻസ് ഇങ്ങനെ ഒരുക്കിയിട്ടുള്ളത്. അതിനിടയിൽ രഞ്ജിത്തേട്ട ഒന്ന് ക്യാമറ ഇങ്ങോട്ട് തിരിക്കാവോ? കാരണം നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മൾ കാണാതെ പോകരുത് നമ്മുടെ ഈ സജീവം ലഹരി വിരുദ്ധ പ്രചാരണ യജ്ഞം എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം കുട്ടികളുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അധ്യാപകരാണെങ്കിലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന ഒരു കാര്യം ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികളൊക്കെ തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി നിരവധിയായിട്ടുള്ള സർക്കാർ തലത്തിലും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ബാക്കില് ഒരു വണ്ടിയുണ്ട്. അപ്പൊ ഈ വണ്ടി ശരിക്കും പറഞ്ഞാല് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെയാണ് ഈ ഒരു വണ്ടി. അവര് സജീവം ലഹരി വിരുദ്ധ പ്രചാരണ യജ്ഞം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബസ് ഒരുക്കിയിട്ടുള്ളത്. അതായത് കുട്ടികൾക്ക് വേണ്ട ഈ ലഹരി വേണ്ട, പിന്നെ ഹരം, അത് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ലഹരിയെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ലഹരി കുട്ടികളെ കൊണ്ട് വേണ്ടെന്ന് പറയിപ്പിക്കുന്ന ഉപാധിയായിട്ട് കല മാറണമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. ഒരു തുടക്കം അങ്ങനെ വേണം നമുക്ക് ഈ ഒരു ബസ്സിന് കരുതാൻ. കലയാകണം ലഹരി എന്നാണ്. കലയാണ് ലഹരി, ഒരിക്കലും ലഹരി പദാർത്ഥങ്ങളല്ല, കലയാണ് ലഹരി. മനസ്സ് നന്നാവട്ടെ, ദീർഘനാളത്തെ മയക്കുമരുന്ന് ഉപയോഗം, അങ്ങനെ നിരവധിയായിട്ടുള്ള കുട്ടികൾക്ക് മെസ്സേജുകൾ നൽകിക്കൊണ്ട്, ചിത്രങ്ങളൊക്കെ നൽകിക്കൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് പുസ്തകങ്ങളും അതുപോലെ തന്നെ ടെക്നിക്. ഇപ്പൊ ഇന്നത്തെ ഒരു കാലം സൂര്യ, ഇന്നത്തെ ഒരു കാലം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മൊബൈൽ ഫോണൊക്കെയാണ് ഏറ്റവും കൂടുതൽ. അതെ, അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒക്കെ ചിത്രങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ഈ ഒരു ബസ് തയ്യാറാക്കിയിട്ടുള്ളത്. ബസ് ഇങ്ങനെ തന്നെ ഈ ഗ്രൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. മത്സരത്തിന് പങ്കെടുക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ ബസ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇത് കണ്ടാൽ മാത്രം പോരാ, ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ആശയങ്ങളും കുട്ടികളുടെ ജീവിതത്തിൽ അവര് സ്വായത്തമാക്കട്ടെ എന്നാണ് പറയുന്നത്. നമുക്കറിയാം, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. അതുപോലെ നിരവധിയായിട്ടുള്ള മെസ്സേജുകളാണ് കുട്ടികൾക്ക് ഈ ഒരു ബസ്സില് നൽകുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്കറിയാം കുട്ടികൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഓരോ വസ്തുതകളും നമുക്ക് ഈ ആശ്രമ മൈതാനിയുടെ ഓരോ മുക്കിലും മൂലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ രാവിലെ ഇന്ന് കണ്ട ഒരു കാഴ്ച ഇതാണ്. ഇനി അങ്ങോട്ട് പോകും തോറും ഓരോ വിവിധങ്ങളായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെ ഉണ്ട്. മത്സരങ്ങളൊക്കെ ആരംഭിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു തിരക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ആ ഒരു മത്സരത്തിന്റെ ആവേശമൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേനുമാണ് ഈ ഒരു ഗ്രൗണ്ടൊക്കെ ആളുകളൊക്കെ എത്തിത്തുടങ്ങുക. എന്തായാലും സ്കൂൾ കലോത്സവം ഇവിടെ തകർക്കുകയാണ്. കലാകാരന്മാര് ഇതുപോലെ കൊച്ചൊരു വേദി, കലോത്സവ വേദിയായിട്ട് മാറുകയാണ് ഈ നമ്മുടെ സ്റ്റോൾ എന്ന് പറയുന്നതും. ഇത്തരത്തിൽ മത്സരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, ആ ഒരു ആവേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം, എ ഗ്രേഡ് ഒക്കെ നേടിയ സന്തോഷത്തില് ഓരോ കുട്ടികളും ഞങ്ങളുടെ അടുക്ക വരുന്നുണ്ട്. അവരുടെ പ്രകടനം കാഴ്ചവെക്കണമെന്ന ആഗ്രഹവും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അത്തരത്തിലുള്ള കുട്ടികളുടെ കലാപ്രകടനങ്ങളും ഞങ്ങൾ നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോ ഒരു കലാകാരൻ കൂടി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ സൂര്യ, നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്
ശശിലേഖേ നീ പുൽകി പുൽകി ആ പാട്ട്. പക്ഷെ അത് നമ്മൾ യേശുദാസിന്റെ സൗണ്ടിൽ കേട്ട് നമ്മൾ അങ്ങനെ അത് യൂസ്ഡ് ആണ്, അത് ഇൻജെക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മള്. പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് വേറൊരു ശബ്ദത്തിൽ കേൾക്കുന്നുണ്ട്. ഉണ്ട്. ആ ഒരു കലാകാരൻ, ആ ശബ്ദത്തിനുടമയാണ് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത്. കൊല്ലം രാഹുലാണ്. രാഹുൽ നമസ്കാരം. ഓക്കെ, അപ്പൊ എങ്ങനെ കൊല്ലം രാഹുൽ കൊല്ലംകാരനാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ എത്തുമ്പോ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഇതണക്ക് ഉള്ള വേദികളിലൂടെ ഒക്കെ പാടിയാണ് ഇതാണ് ഇത്ര ഒരു നല്ല നിലയിലേക്ക് പാടാനായിട്ടൊക്കെ എത്തിയത്. അപ്പം ഇങ്ങനൊരു വലിയൊരു ആഘോഷത്തിന് ഇങ്ങനൊരു ടിവിയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നേരത്തെ കലോത്സവ വേദികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഉണ്ട് പങ്കെടുത്തിട്ടുണ്ട്. പാട്ട് തന്നെയാണ് മെയിൻ? പാട്ട് തന്നെയാണ് മെയിൻ. അതെ. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങനെ പാട്ടാണ്. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ട് അങ്ങനെയാണ് സത്യത്തിൽ കേട്ടിട്ടാണ് രാഹുലിനും പരിചിതം എല്ലാവർക്കും. അപ്പൊ നമുക്ക് ആ പാട്ട് തന്നെ ഒന്ന് കേട്ടാലോ? ശശിലേഖേ നീ പുൽകി പുൽകിച്ചേരും ശശികാന്തക്കല്ലായി പോയൻ മാനസം തുളസി തീർത്ഥം കിനിയും ഗംഗ കൊണ്ടുവച്ച ശിഖരം ഉണരും നേപ്പാൾ നഗരം കൊണ്ടു തന്നു നിന്നെ ഇന്നു പകരം സ്വർഗമീ ബന്ധം സ്വന്തമീ ബന്ധം സുന്ദരം ജന്മസംഗമം കുനുകുനെ ചെറുകുറു നിരകൾ ചുവടിടും കവിളുകളിൽ. രാഹുൽ, എന്തായാലും ഈ പാട്ട് നമ്മൾ ചെറുപ്പം മുതൽക്ക്, എൻ്റെ ഒക്കെ വളരെ ഞാൻ ജനിക്കുന്ന സമയത്തൊക്കെ മുതൽക്ക് കേൾക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ രാഹുലിന്റെ ആ ഒരു എന്താ പറയാ സൗണ്ടിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു നൊസ്റ്റാൾജിയ വരികയാണ്. മാത്രമല്ല ഒരു പുതുമ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ പോയാലും പഴയ പാട്ടുകൾക്കൊക്കെ ഇപ്പോഴും ഒരു പുതുമയാണ്. എന്നിരുന്നാൽ പോലും മറ്റ് ഏതൊക്കെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടാ? ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിപീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. എന്തായാലും നന്നായിട്ട് രാഹുൽ. എന്തായാലും കൊല്ലംകാർക്ക് പറയാൻ ഇനിയും കഥകൾ ബാക്കിയാണ് അല്ലെ? അതൊക്കെ ഓരോ കലാകാരന്മാരെ ഓരോ മണിക്കൂറുകൾ നമുക്കിങ്ങനെ വന്ന് കഥകളൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്കൂൾ കാലത്തൊക്കെ തന്നെ ഇതുപോലെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ? ഞാനിപ്പം അത്യാവശ്യം ഷോകളുണ്ട്. ഗാനമേള സിംഗറാണ്. പ്രൊഫഷണലായിട്ട് പാടുന്ന ഗാനമേളയിൽ പാടുന്ന പാട്ടുകാരനാണ്. അപ്പം സീസൺ അല്ലേ, അപ്പൊ അത്യാവശ്യം പ്രോഗ്രാംസും കാര്യങ്ങളുമായിട്ടുള്ള തിരക്കിലാണ്. പുറത്തൊക്കെ പോയി ചെയ്യുന്നുണ്ട്? ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് രാഹുൽ, നമുക്ക് ഈ ഒരു പ്രഭാതത്തില് അത് കേരളവിഷൻ പ്രേക്ഷകർക്ക് ഒരു മധുരം വിളമ്പിയതിന്. അതെ, അപ്പൊ ഒരുപാട് വേദികൾ ഇനിയും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ. രാവിലെ മുതലേ ഇതുപോലെ കലാകാരന്മാർ ഓരോരുത്തരായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. MLA ചെണ്ടയായി, മിമിക്രിയായി, ഇപ്പോ രാഹുലിന്റെ പാട്ടായി. ഒരു നാടൻ പാട്ട് കലാകാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ, നമുക്ക് കല എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്ന നാടൻ പാട്ടാണ്. രാവിലെ മുതൽ വരുന്നവരും കൊല്ലംകാരാ. അപ്പോ എന്താണ് നാടൻ പാട്ടാണ്? നാടൻ പാട്ടാണ് പ്രിയം. ഞാൻ നാടൻ പാട്ട് ടീം തന്നെ ഉണ്ട് സ്വന്തമായിട്ട്. കൊല്ലം അറിവ് ഫോക്ക് ബാൻഡിന്റെ ടീമുണ്ട്. ഞാൻ പിന്നെ ഒരു കശുവണ്ടി ഫാക്ടറി തൊഴിലാളിയാണ്. ഇളമ്പള്ളൂർ 20-ാം നമ്പർ ഫാക്ടറി തൊഴിലാളിയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. പിന്നെ നാടൻ പാട്ടുകൾ ഇഷ്ടമാണ്. 10-15 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ അത് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ പഠിപ്പിച്ച് കുട്ടികളെ സ്കൂളിലോട്ട് കോളേജിലെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കലോത്സവത്തിന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കാണാൻ തന്നെ രാവിലെ വന്നതാണ്. നാടൻ പാട്ടുകളും പ്രോഗ്രാംസ് എല്ലാം നമ്മുടെ നാടായതുകൊണ്ട് വന്നതാണ്. രാവിലെ തന്നെ വന്നതാണ്.
കാണാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ നാടൻപാട്ടുകളാണ് ഇഷ്ടം. എൻ്റെ ടീമിൽ പാടിയ ദേവു എന്ന് പറഞ്ഞ കുട്ടിയുടെ പ്രോഗ്രാംസ് ഉണ്ട്. കുറെ കുട്ടികൾ, ഗോപിക, അനാമിക എന്ന് പറഞ്ഞ എളമ്പുൾ സ്കൂളാണ്. അപ്പോൾ അവരുടെ പരിപാടിയുണ്ട്, അതുകൂടെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. പിന്നെ അതുമല്ല, കേരളത്തിലുള്ള 14 ജില്ലയിൽ നാടൻപാട്ടുകളല്ലേ, അതെല്ലാം കാണുകയും വേണം, പഠിക്കുകയും വേണം, പഠിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കല കാണുമ്പോഴും നാടൻപാട്ട് അതെ 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 അത് പിടിച്ച് അതെ അവിടെ മണിച്ചേട്ടനാണ് നാടൻപാട്ടുകളെ കൊണ്ട് കേരളത്തിലേക്ക് കൂടുതൽ കൊണ്ടുവന്നത്, അറിയപ്പെടുകയും. കക്ഷി മരണപ്പെട്ടത് കൊണ്ടും പിന്നെ പാട്ടുകൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ് മണിച്ചേട്ടനെ, ഒത്തിരി ഇഷ്ടമാണ്. ഒരു നാടൻപാട്ട്, ഞാനൊരു എഴുത്തുപാട്ടിൻ്റെ ഭാഗത്തിലേക്ക് പോവാം. ഒരു എഴുത്തുപാട്ട്, നാടൻപാട്ടിലെ ഒരു എഴുത്തുപാട്ടിലേക്ക്. പഞ്ചവർണ്ണ കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, കണ്ണന്നടച്ചാലോ കാണാ കണ്ണിനഴകുള്ളോളേ, പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ എൻ്റെ ചെമ്പകപ്പൂമലരേ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോ കുട്ടികളുടെ പരിപാടി നാടൻപാട്ട് കാണാൻ പോവാണ്. പ്രോഗ്രാംസ് എല്ലാം കണ്ടിട്ട് വൈകിട്ടേ പോകത്തുള്ളൂ. അതെ, വൈകിട്ട് തന്നെ പോകത്തുള്ളൂ. പ്രോഗ്രാംസ് എല്ലാം കണ്ടിട്ടേ പോകത്തുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ ഒരുപാട് നന്ദിയുണ്ട്. നന്ദി. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കലോത്സവ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. കുട്ടികൾ മാത്രമല്ല, ഇത്തരത്തിൽ അവരെ കൊണ്ടുവരുന്ന അധ്യാപകരായാലും കൊല്ലം നാട്ടുകാരായാലും രാവിലെ തന്നെ ഇതുപോലെ കലോത്സവ ആവേശം കാണാൻ, കലോത്സവ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് ഇപ്പോ വന്ന അതിഥികളൊക്കെ തന്നെ കൊല്ലംകാരായിരുന്നു എന്നതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ കരുനാഗപ്പള്ളി MLA വക ഒരു ചെണ്ടമേളം ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇത്തരത്തിൽ കലോത്സവ വിശേഷങ്ങൾ കാണുവാൻ എത്തിയതാണ്. എന്താണ് ഭദ്രേജി പറയാനുള്ളത്? അതെ, അപ്പൊ സൂര്യ, എന്തായാലും നമുക്ക് ഇങ്ങനെയാണ് കലോത്സവ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ആ ഒരു ഓളത്തിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടില്ല, എത്തുന്നേ ഉള്ളൂ. കാരണം കുട്ടികളൊക്കെ എഴുന്നേറ്റ് ഫ്രഷായി അവര് മേക്കപ്പ് ഒക്കെ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ പടികളിലേക്ക് കടന്നിരിക്കുകയാണ്. മറ്റ് പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്, ശുചിത്വ തൊഴിലാളികളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും എടുത്ത സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യ തന്നെ ഒരുക്കാം. തീർച്ചയായിട്ടും ഇന്നലത്തെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഇന്നലത്തെക്കാൾ ഒരുപടി മുന്നേ ആവേശം നിറയ്ക്കുന്ന സാധനങ്ങളായിരിക്കും. രാവിലെ ഒരു തണുപ്പം മട്ടായിരുന്നെങ്കിലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും കൊല്ലംകാരൊക്കെ അങ്ങ് എഴുന്നേറ്റു, സടകുടഞ്ഞ് എഴുന്നേറ്റു. അത് ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം കുട്ടികളൊക്കെ അവരുടെ പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റോളിന്റെ മുന്നിൽ നിൽക്കുമായിരുന്നു. അപ്പൊ നമുക്കും അതിന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാവരെയും കയറ്റി അവരുടെ പ്രകടനം കാഴ്ചവെക്കാൻ നമുക്കും സാധിച്ചില്ല. ഒരുപാട് കുട്ടികളെ, അതായത് അവർ ഇങ്ങോട്ട് ചോദിച്ചു വരികയാണ്, ഞങ്ങളുടെ ആ ഒരു പാട്ട് പാടിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഡാൻസ് കളിച്ചോട്ടെ എന്ന് പലരെയും നമുക്ക് വിഷമത്തോടെ പറഞ്ഞു വിടേണ്ടതായിട്ട് വന്നു. എന്തായാലും ഇന്നും ഇത്തരത്തിലുള്ള കുട്ടികൾ, അതായത് വേദിയുടെ ആ ഒരു മത്സര ചൂടൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തിറങ്ങി ഗ്രേഡുകൾ നേടിയ സന്തോഷത്തോടെ നമ്മുടെ സ്റ്റാളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ പ്രകടനങ്ങൾ നമ്മള് കേരള വിഷൻ ഇന്നലെ അവർക്കൊരു മൊമെന്റോ സമ്മാനിച്ചു. പല കുട്ടികളും അത് കണ്ടിട്ട് ആ മൊമെന്റോ എന്താണെന്ന് അറിയാനും അത് കിട്ടാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേരള വിഷന്റെ പ്രേക്ഷകർ നൽകുന്ന ആ ഒരു മൊമെന്റോ സ്വീകരിക്കാൻ ഒരുപാട് കുട്ടികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നും അത്തരത്തിലുള്ള മൊമെന്റോ സമ്മാനിക്കലും കുട്ടികളുടെ പ്രകടനങ്ങളൊക്കെ തന്നെ കേരള വഴി നിങ്ങൾക്ക് നമ്മൾ സമ്മാനിക്കും. ഇന്നിപ്പോ നമുക്ക് ഇതൊക്കെയാണ് കാലത്തെ ഒരു വൈബും കാര്യങ്ങളൊക്കെ ചെറുതായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. ടീം കേരള വിഷൻ റെഡിയാണ് കൊല്ലത്ത്, സർവ്വസജ്ജമാണ്. ടെക്നിക്കൽ സൈഡാണെങ്കിലും നമ്മള് ജേർണലിസ്റ്റുകൾ എല്ലാവരും തന്നെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ചെണ്ടമേളത്തിൻ്റെയും മിമിക്രിയുടെയും ഒക്കെ ആരവത്തോടെ രണ്ടാം ദിവസമായ കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്ന് കേരള വിഷൻ ന്യൂസ് ടീം സമഗ്ര